മാർത്തയും മറിയയും വസിച്ച ബഥാനി എന്ന ഗ്രാമം യെരുശലേമിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. യാത്ര പോകയിൽ വിശ്രമിക്കുന്നതിനായിരിക്കാം യേശു ആ ഭവനത്തിൽ കയറിയത്. മാർത്തയും മറിയയും യേശുവുമായി നടത്തുന്ന സംഭാഷണമാണ് ഈ വേദഭാഗത്തിലെ പ്രതിപാദ്യ വിഷയം. യേശുവുമായി ഉറ്റ സ്നേഹബന്ധം പുലർത്തിയിരുന്ന ഒരു ഭവനമാണ് മാർത്തയുടെയും മറിയയുടെയും ഭവനം. ആദിത്യ മര്യാദ പ്രകാരം ഭക്ഷണം ഒരുക്കുന്നതിനുള്ള അധ്വാനത്തിൽ മാർത്ത വ്യാപൃതയായിരുന്നതായി ഈ ഭാഗത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ മറിയ യേശുവിൻ്റെ സമീപമിരുന്ന് അവൻ പങ്കുവച്ച വചനചിന്തകൾ കേൾക്കുവാനുള്ള താല്പര്യമാണ് കാണിച്ചത്. മാർത്ത വാസ് ബിസി ഫോർ ദ ലോർഡ് ആൻഡ് മേരി വാസ് ബിസി വിത്ത് ദ ലോർഡ്. ബിസി ഫോർ ദ ലോർഡ് ആൻഡ് ബിസി വിത്ത് ദ ലോർഡ്. Busy for the Lord means carrying out our responsibilities like taking care of our family, taking care of the people around us, and carrying out our official responsibilities. ഞെരുക്കത്തിൽ ഇരിക്കുന്നവരെ സഹായിക്കുക, ഹൃദയം തുറന്നവരെ തകർന്നവരെ ചേർത്ത് പിടിക്കുക, ബലഹീനരെ താങ്ങുക, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുക. ഇതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. All these responsibilities come under the category busy for the Lord. നമ്മുടെ സുന്ദരമായ കേരളം, ഗോഡ്സ് ഓൺ കൺട്രി. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിലേക്ക് ട്രെയിനിലേക്ക് പോവുകയായിരുന്നു. മുംബൈക്ക് പോകുന്ന ഒരു ട്രെയിനായിരുന്നു അത്. എൻ്റെ ഡയഗണലി ഓപ്പോസിറ്റിലിരുന്നത് ഒരു മഹാരാഷ്ട്രക്കാരനായിരിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ഉറച്ചുള്ള സംഭാഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ ലഗേജ് എൻ്റെ സീറ്റിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചതിൽ എനിക്കുണ്ടാകാമെന്ന അസൗകര്യത്തിന് മാപ്പ് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ വിൻഡോ സീറ്റിൽ പോയിരുന്നു. ഫോണിലൂടെ ആരോടൊക്കെ ഉറക്കെ സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, കേരള ഈസ് റിയലി ഗോഡ്സ് ഓൺ കൺട്രി. ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ സ്റ്റേറ്റ്. ഒരു അന്യസംസ്ഥാനക്കാരൻ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായ മുംബൈ നിവാസി എന്ന് ഞാൻ അനുമാനിച്ച ആ മനുഷ്യൻ നമ്മുടെ കേരളത്തെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം എത്ര ശരിയാണ്? യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡേറ്റ പ്രകാരം എഡ്യൂക്കേഷൻ, ഹെൽത്ത് എന്നീ സെക്ടറുകളിൽ തുടങ്ങി ഒട്ടുമിക്ക മേഖലകളിലും നമ്മുടെ സംസ്ഥാനം ആയ കേരളം വളരെ മുൻപന്തിയിലാണ്. എന്നാൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യ ഹാസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് സൂയിസൈഡ് ആൻഡ് കേരള ഈസ് വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് വിച്ച് ഈസ് ഇൻ ദ ടോപ്പ്. എ സബ്സ്റ്റാൻഷ്യൽ പെർസെൻറ്റേജ് ഓഫ് സൂയിസൈഡ് ഈസ് ഡ്യൂ ടു റീസൺസ് ലൈക്ക് ടോക്സിക് റിലേഷൻഷിപ്സ് ഫോളോഡ് ബൈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്, ബ്ലാക്ക്മെയിലിംഗ് ആൻഡ് അതർ റീസൺസ്. വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വരുന്നു. മാനസിക പിരിമുറുക്കം, മെൻ്റൽ ഇൽനസ് അനുഭവിക്കുന്നവരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു. എന്താണ് കാരണം? ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും വളരെയധികം തിരക്കിലാണ്. അതിനിടയിൽ തൊട്ട് അയൽപക്കത്ത് താമസിക്കുന്നവരുടെ വിഷമം കാണാൻ, തൊട്ട് അപ്പുറത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ആളിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാൻ, എന്തിനധികം സ്വന്തം സഹോദരങ്ങളുടെയോ നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെയോ പോലും മാനസിക പിരിമുറുക്കം കാണാൻ നമ്മിൽ എത്ര പേർക്ക് കഴിയുന്നു എന്നല്ല, എത്ര പേർ സമയം കണ്ടെത്തുന്നു എന്ന ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുന്നതായിരിക്കും ഉചിതം. നമുക്ക് മാനസിക പിരിമുറുക്കം വരുമ്പോൾ നാം സാധാരണ സൈക്കോളജിസ്റ്റുകളെ കാണാറുണ്ട്. ഞാൻ പറയും, അമ്മമാരാണ് സൂപ്പർ സൈക്കോളജിസ്റ്റ്മാർ. നമ്മുടെ അമ്മമാരിൽ വളരെ ചെറിയ ശതമാനം മാത്രമേ സൈക്കോളജി പഠിച്ചിട്ടുള്ളൂ എങ്കിലും തൻ്റെ കുഞ്ഞിൻ്റെ, തൻ്റെ ഭർത്താവിൻ്റെ, തൻ്റെ സുഹൃത്തിൻ്റെ മുഖഭാവം ഒന്ന് മാറിയാൽ അമ്മ ചോദിക്കും, എന്തു പറ്റി? ഇന്ന് സ്വന്തം മുഖം നോക്കാനല്ലാതെ നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാനോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനോ അത് പരിഹരിക്കുവാനോ നാം സമയം കണ്ടെത്താറോ ഉണ്ടോ എന്ന് സ്വയം വിലയിരുത്താം. അഥവാ
നോക്കി എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വേറെയായി വീട്ടിലെ കുടുംബാന്തരീക്ഷം തന്നെ ഇല്ലാതായിത്തീരും. കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണം കുടുംബം. അവിടെ പരസ്പരം കരുതാനും മനസ്സിലാക്കുവാനും സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്ത് അർത്ഥം എന്ന് നാം സ്വയം വിലയിരുത്തണം. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. കർത്താവ് അതല്ലേ നമ്മളെ പഠിപ്പിച്ചത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി. എങ്കിൽ മറ്റുള്ളവരുടെ നേർക്ക് നമ്മളുടെ വിരൽ ചൂണ്ടുമ്പോൾ നമുക്ക് എന്ത് അവകാശം? നമ്മുടെ ഇംപെർഫെക്ഷൻസിനെ മുഴുവൻ മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പദവി, നമ്മുടെ വിജയം. ഈ ഭാഗത്ത് 3 ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്: മാർത്ത, മേരി ആൻഡ് ജീസസ്. മാർത്ത ഈസ് എ ലീഡർ ആൻഡ് ഷീ ഈസ് എ വെരി ലവിങ് വുമൺ. സെക്കൻഡ് ക്യാരക്ടർ മേരി. മേരി ഈസ് ഓൾസോ എ ലവിങ് വുമൺ. പിന്നെ എന്തായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം? മേരി സാറ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് and listened to him continuously. She listened to the most powerful and clear teaching of God. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നല്ല നിലത്ത് വീണ വിത്തിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പ്രാപിച്ച് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന് ഫലം കായ്ക്കുന്ന അനുഭവം. മേരി അതാണ് ചെയ്തത്. ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി പ്രധാനമായും 3 ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ഫിക്സിങ് അവർ പ്രയോറിറ്റി. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി എന്താണ്? എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന തികഞ്ഞ ബോധ്യത്തിൽ വേണം ഏത് അധ്വാനവും നിർവഹിക്കപ്പെടാൻ. അത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച അല്ലെങ്കിൽ കെട്ടിവെച്ച ഒരു ഭാരം ആവരുത്. ഓരോ തൊഴിലും നമ്മുടെ സാക്ഷ്യത്തിനായി നൽകപ്പെട്ട നിയോഗമായി കാണുമ്പോഴാണ് അത് നമുക്ക് തൃപ്തി നൽകുന്നത്. നമ്മുടെ ജീവിത വഴികളിൽ നാം വിവിധ തിരഞ്ഞെടുപ്പുകൾ നടത്തും. എന്നാൽ അതിൻ്റെയൊക്കെ യഥാർത്ഥ ഫോക്കസ് എവിടെ ആയിരിക്കണം എന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. മാർത്ത നേരിട്ട പ്രശ്നം, അവളുടെ സേവനം, അലച്ചിൽ എന്നിവ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ യേശുവിൽ നിന്നു അകന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് പ്രവർത്തിക്കേണ്ട മേഖല അഥവാ ഒരു സ്ത്രീയുടെ സാമൂഹിക ഇടത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് അവൾ ജീവിക്കുന്ന സമൂഹം നിർവചിച്ച് നൽകിയിരിക്കുന്നു. അടുക്കള, കുടുംബം, കുഞ്ഞുങ്ങളുടെ പരിചരണം, ഇങ്ങനെ ഒരു സ്ത്രീയുടെ സോഷ്യൽ സ്പേസ് നിർവചിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനപ്പുറത്തുള്ള ഒരു സാമൂഹിക ഇടത്തിലേക്ക്, ഒരു സോഷ്യൽ സ്പേസിലേക്ക് പോകാൻ സമൂഹം പലപ്പോഴും സ്ത്രീയെ അത്ര കണ്ടങ്ങ് അനുവദിക്കാറില്ല. യഹൂദന്മാരുടെ ഇടയിൽ പൊതുസമൂഹത്തിൽ ഒരു റബിയുടെ കാൽക്കൽ ഇരുന്ന് തിരുവചനം പഠിക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു. സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടില്ലാത്ത ഒരു പുതിയ ഇടത്തിലേക്ക് പ്രവേശിക്കാൻ മറിയ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് നാം ഇവിടെ ഒന്ന് മനസ്സിലാക്കുന്നത്. പുരുഷന് മാത്രം കൽപ്പിച്ചിരിക്കുന്ന ഒരു സോഷ്യൽ സ്പേസിലേക്ക് പ്രവേശിക്കുന്നതിന് മറിയ എടുത്ത തീരുമാനത്തെയാണ് യേശു ഇവിടെ പ്രശംസിക്കുന്നത്. സ്ത്രീയും പുരുഷനും പരസ്പരം കോംപ്ലിമെൻ്ററി ആകണം. സ്ത്രീയും പുരുഷനും പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ എത്ര കുടുംബങ്ങളിൽ മകനും മകൾക്കും തുല്യസ്ഥാനം നൽകാനായിട്ട് മാതാപിതാക്കളായ നാം ശ്രദ്ധാലുക്കളാണ്. പിതാവിൻ്റെ സ്വത്ത് വിഭജിക്കുമ്പോൾ മക്കൾക്ക് ഒരുപോലെ വീതിച്ചു നൽകുവാൻ എത്ര മാതാപിതാക്കൾ താല്പര്യം കാണിക്കുന്നു. ബലഹീനരെ അല്പം സപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. എന്നാൽ നീതിബോധം നമ്മളുടെ കുടുംബങ്ങളിൽ ആരംഭിപ്പാൻ, ആ മാതൃക നമ്മുടെ തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുവാൻ മാതാപിതാക്കളായ നാം ശ്രദ്ധാലുക്കളാകണം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും പങ്കാളിത്തം നൽകാൻ ശ്രമിച്ചിരുന്നു എന്ന് എല്ലാ സുവിശേഷകരും സമർത്ഥിക്കുന്നുണ്ട്. ശമരിയ സ്ത്രീ
രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ, 2 കാശിട്ട വിധവ, മഗ്ദലക്കാരത്തി മറിയ തുടങ്ങി തള്ളപ്പെട്ട അനേക സ്ത്രീകളോടും യേശുവിൻ്റെ മനോഭാവം, യേശുവിൻ്റെ വിശാല ദർശനത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം പലപ്പോഴും ഐഡൻറ്റിറ്റി അസേർഷനുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീയുടെ സാമൂഹിക സ്ഥാനം പുരുഷനോടൊപ്പം തന്നെയാണ്. ഇവിടെ ഒരു മേധാവിത്വത്തിനല്ല പ്രസക്തി, മറിച്ച് പരസ്പരം മനസ്സിലാക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നതിനും തയ്യാറാകുമ്പോഴാണ് കുടുംബത്തിലെ സംഘർഷം ഇല്ലാതാക്കാൻ സാധിക്കുക. വിവാഹ ശുശ്രൂഷയിൽ പട്ടക്കാരൻ അങ്ങനെയാണല്ലോ വരനെയും വധുവിനെയും അനുഗ്രഹിച്ച് പറയുന്നത്. ഇന്നു മുതൽ ദൈവം തമ്പുരാൻ നിങ്ങളെ ഒന്നായി ചേർത്തിരിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ എന്നതിൽ വചനം അനുശാസിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ദമ്പതികളെയും അവിടെ കൂടി വന്ന മറ്റു വ്യക്തികളെയും മനസ്സിലാക്കുന്നു. പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന് ദമ്പതികൾ ദൈവസന്നിധിയിൽ വാക്കു പറയുന്നു. ഈ തീരുമാനത്തെ ശരിയായ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കുടുംബത്തിലെ സംഘർഷങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാർത്തയും മറിയയും ചെയ്തത് മഹത്തായ ശുശ്രൂഷയാണ്. എന്നാൽ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ലഭിക്കുന്ന അവസരം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി. ഇവിടെ മാർത്തയുടെയും മറിയയുടെയും സ്വഭാവത്തിൽ നിന്നും കർത്താവ് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? മറിയ ഒരു കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതിലേക്കുള്ള ഏകാഗ്രത അതാണ് അവളെ സന്തോഷവതിയാക്കുന്നത്, വ്യഗ്രചിന്ത ഇല്ലാത്തവളായി മാറ്റുന്നത്. നമ്മുടെ ജീവിത നിയോഗം തിരിച്ചറിയുക, ആ നിയോഗത്തിൽ നിന്നും ശ്രദ്ധ വിടാതെ പിന്തുടരുക. ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക നിയോഗത്തോടു കൂടിയാണ്. അത് തിരിച്ചറിയുക, അതിൽ നിന്നും ശ്രദ്ധ പതറിപ്പോകരുത്. ശ്രദ്ധയോടെ ജീവിക്കുന്നിടത്താണ് തൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്നത്. നമ്മിലൂടെ ദൈവം ലോകത്തോട് സംവദിക്കുന്നത് ക്രിസ്തു സന്ദേശത്തിൻ്റെ ഒരംശമാണ്. അതാണ് ജീവിതത്തിൻ്റെ നന്മ. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ അതിൽ തൃപ്തിയുണ്ടാകും, സന്തോഷമുണ്ടാകും, ദൈവനാമം മഹത്വപ്പെടും. ഒപ്പം അനാവശ്യ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതിരിക്കുവാനും അസ്വസ്ഥരാകാതിരിക്കുവാനും നമുക്ക് സാധിക്കും. അധ്വാനത്തിൻ്റെ അമിതഭാരം കൊണ്ടാകാം, അല്ലെങ്കിൽ എല്ലാ ജോലിയും തനിയെ ചെയ്യേണ്ടി വരുന്നതിൻ്റെ ദുഃഖം കൊണ്ടാകാം മാർത്ത വല്ലാതെ മനസ്സ് കലങ്ങി യേശുവിനോട് പരിഭവപ്പെടുന്നതായിട്ട് ഈ ഭാഗത്ത് രേഖപ്പെടുത്തുന്നു. തുടർന്ന് യേശുവും മാർത്തയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിടുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ മറിയോട് കൽപ്പിച്ചാലും എന്ന് മാർത്ത യേശുവിനോട് പരിഭവം പറയുന്നു. മാർത്തയുടെ ഈ സംഭാഷണത്തെ മീ ടോക്സ് എന്നാണ് ചില ചിന്തകർ വിലയിരുത്തുന്നത്. ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, ഈ സംഭാഷണത്തിൽ 3 പ്രാവശ്യം മാർത്ത ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മാർത്തയുടെ പരാതിക്ക് യേശു നൽകിയ മറുപടി ഇപ്രകാരമാണ്. യേശു പറയുന്നു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നും മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെതായ എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മുടെ പ്രയോറിറ്റി കർത്താവിനോട് കൂടെ ആയിരിക്കാൻ സമയം കണ്ടെത്തുന്നതിന് ആയിരിക്കണം. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്താം. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, പ്രാർത്ഥനയും പ്രവർത്തനവും സമന്വയിപ്പിക്കണം. ഇൻ്റഗ്രേറ്റിംഗ് പ്രയർ ആൻഡ് ആക്ഷൻസ്. മാർത്തയുടെയും മറിയയുടെയും സ്വഭാവമുള്ളവരാണ് നമ്മിൽ പലരും. കൂടുതൽ സമയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഒരുപാട് സമയം ആകുലതപ്പെട്ടുകൊണ്ടിരിക്കും. പ്രവൃത്തി കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുടെ ശാന്തതയിലേക്ക് വരുവാൻ നമുക്ക് പറ്റുന്നില്ല. കർത്താവ് ഈ ഭാഗത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ പാദത്തിൽ ശാന്തമായി ഇരിക്കുവാൻ നാം ജീവിതത്തിൽ സമയം കണ്ടെത്തണം.
ഒരുപാട് കാര്യങ്ങളിൽ വ്യാകുലപ്പെട്ട് പ്രവൃത്തികളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥ. പ്രവൃത്തി കഴിഞ്ഞിട്ടൊന്ന് ശാന്തമായിട്ടിരിക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നില്ല. നാം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, ആ സ്നേഹത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻറ്റഗ്രിറ്റി ഉണ്ടാകും. ബഥാനിയയിലെ ഈ സംഭവം നമുക്ക് ഒരു ഐ ഓപ്പണറാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ നാം എല്ലാവരും പലതരത്തിൽ തിരക്കിലാണ്. പണ്ടത്തേതിനേക്കാട്ടിലും കൂടുതലായി ആഘോഷങ്ങൾക്ക് നാം പ്രാധാന്യം നൽകുന്നുണ്ട്. അതിലൂടെയൊക്കെ ഒരു ഫെലോഷിപ്പ് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെ ആരെങ്കിലുമായി ഒന്ന് ഓപ്പണപ്പ് ചെയ്യാൻ, ഒന്ന് വെന്റിലേറ്റ് ചെയ്യാൻ ഒരാൾ ഇല്ലാതെ ശ്വാസം മുട്ടിക്കഴിയുന്ന എത്രയോ പേർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവിടെ സഭകളില്ലാഞ്ഞിട്ടാണോ? ആത്മീയ നേതാക്കളില്ലാഞ്ഞിട്ടാണോ? വചനം കേൾക്കാഞ്ഞിട്ടാണോ? പിന്നെ എന്തുകൊണ്ട്? പലപ്പോഴും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ 24 മണിക്കൂറിൽ എത്ര സമയം മാറ്റിവെക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട്? നമ്മുടെ കുടുംബജീവിതത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആഴപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് കൂടെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. മേരി സാറ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ദറ്റ് വി ക്യാൻ റിലൈ ഓൺ. നമുക്ക് ഒരു ക്വയറ്റ് ടൈം വേണം. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ചുറ്റുപാടുമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, വേദനപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, രോഗത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനം നമ്മെ പഠിപ്പിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. മറിയയ്ക്ക് കർത്താവിൻ്റെ വായിൽ നിന്ന് നേരിട്ട് വചനം കേൾക്കാൻ ലഭിച്ച അവസരം അവൾ പ്രയോജനപ്പെടുത്തി. ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും പിന്നിൽ നമ്മുടെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരിൻ്റെ ഒരു കഥ പറയാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും, എനിക്കുമുണ്ട്. എനിക്ക് ഏതാണ്ട് 2 വയസ്സുള്ള മാത്രം പ്രായമുള്ളപ്പോൾ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് 1 വയസ്സിൽ മാത്രം പ്രായമുള്ളൊരു സിസ്റ്ററും ഉണ്ട്. എൻ്റെ പിതാവിൻ്റെ മരണശേഷം എൻ്റെ മമ്മിയും ഞങ്ങളും ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനോടൊപ്പം താമസം ആരംഭിച്ചു. പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങളെ വളർത്താൻ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കാൻ, കുടുംബ ബന്ധങ്ങളുടെ, വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളത മനസ്സിലാക്കാൻ, ക്ഷമയും സഹനവും ഞങ്ങളെ പഠിപ്പിക്കാൻ ഒരു പരിധിവരെ സഹായിച്ചത് ആ കാലഘട്ടമാണ്. മമ്മിയും ഞങ്ങളും ഞങ്ങളുടെ അമ്മച്ചിയും ഒരുമിച്ച് ഒരേ മുറിയിലാണ് കിടന്നിരുന്നത്. ഞങ്ങളുടെ മുറിയുടെ തറയിൽ 24 മണിക്കൂറും ഒരു പായ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് എപ്പോൾ സമയം കിട്ടിയാലും മമ്മി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ ഓർമ്മ. അതുപോലെ അതിവെളുപ്പിനെ എഴുന്നേറ്റ് തലമുറകളെ ഓർത്ത് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി ഞങ്ങൾക്കുണ്ടായിരുന്നു. നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവം. ഇന്ന് ഞാൻ വചനവുമായി ഇവിടെ നിൽക്കുന്നത് എൻ്റെ മിടുക്കല്ല, എൻ്റെ മമ്മിയുടെയും എൻ്റെ അമ്മച്ചിയുടെയും പ്രാർത്ഥനയാണ്. ഒരിക്കൽ മമ്മി എൻ്റെ മകളോട് പറഞ്ഞ ഒരു ഉപദേശം അവൾ എന്നോട് ഷെയർ ചെയ്തത്. മമ്മി ഇപ്രകാരം അവളോട് പറഞ്ഞു, മോളെ, രാവിലെ എണീറ്റ് മോളുടെ കാൽപാദം ഭൂമിയുമായി കോണ്ടാക്റ്റ് വരുന്നതിന് മുമ്പ് പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഫിക്സ് ചെയ്യണം. ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ തലമുറയോട് ഇത് പറയാൻ സമയം കണ്ടെത്താത്തതാണ് നമ്മുടെ അപജയം. അത് മനസ്സിലാക്കുവാനും മടങ്ങി വരുവാനും നമുക്ക് ശ്രദ്ധിക്കാം. ഈ ലോകത്തിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്ന് നാം വ്യതിചലിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒപ്പം തന്നെ ദൈവത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റും മറക്കരുത്. വചനം വായിക്കുവാനും പഠിക്കുവാനും അതിൽ നിന്ന് അനുദിനം വളരാനും അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മുടെ ഭാരത്തെ, നമ്മുടെ ആകുലതകളെ ഇറക്കി വെച്ച് കർത്താവിനോട് സംസാരിക്കുവാനും
കർത്താവിന് നമ്മളോട് സംസാരിക്കാനുള്ള, കേൾക്കുവാനുള്ള സമയം കണ്ടെത്താൻ നമ്മുടെ ഉത്തരവാദിത്തങ്ങളോടൊപ്പം നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവൃത്തിയും സമന്വയിപ്പിക്കണം. മൂന്നാമതായിട്ട്, യേശുവിൻ്റെ മനോഭാവം, ദി അപ്രോച്ച് ഓഫ് ജീസസ്. കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. സ്ത്രീകൾ എപ്പോഴും മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരേ സമയം അടുക്കളയിൽ ജോലി ചെയ്യുവാനും കുട്ടികളെ സ്കൂളിൽ വിടാനുമുള്ള അവരുടെ പ്രിപ്പറേഷനിൽ സഹായിക്കുവാനും അതിനിടയിൽ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ അവരെയൊക്കെ സ്വീകരിക്കാനും എൻ്റർടൈൻ ചെയ്യുവാനും ഒക്കെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുവാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കും. അത് ദൈവം തമ്പുരാൻ സ്ത്രീകൾക്ക് കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ്. ചിലരിതൊക്കെ ശാന്തമായിട്ട് ചെയ്യും, ചിലർ മാർത്തയെ പോലെ പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതയാണ്. ഈ വേദഭാഗത്തിൽ നാം കാണുന്നു മൾട്ടി ടാസ്കിംഗ് ആയ മാർത്തയെ. ബഥാനിയിലെ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് ചിലപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ 12 പേരും കൂടെ ഉണ്ടായിരുന്നിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ വീട്ടിൽ അന്ന് വന്ന ഗസ്റ്റിൻ്റെ നമ്പർ മിനിമം 13 പേർ ആയിരിക്കാം. അപ്രതീക്ഷിതമായി എത്തിച്ചേർന്ന ഇത്രയും പേർക്ക് ഒരു കോഫിയും സ്നാക്സും മാത്രമാണ് കൊടുക്കേണ്ടി വന്നു. എന്നാൽ പോലും ഇന്നത്തെ കാലത്താണെങ്കിൽ പോലും എത്രമാത്രം എഫേർട്ട് വേണ്ടി വരും എന്നുള്ളത് അമ്മമാർക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ മാർത്ത അല്പം സ്ട്രെസ്ഡായി പോയി എന്നുള്ളത് വചനം വായിക്കുമ്പോൾ മാർത്തയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാർത്ത അല്പം പരിഭവത്തോടെയാണ് കർത്താവിനോട് സംസാരിച്ചതായിട്ട് നാം മനസ്സിലാക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? കർത്താവ് മാർത്തയെ ശാസിച്ചതായിട്ട് നാം കാണുന്നില്ല. മാർത്തേ, നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ചായയും സ്നാക്സും ഒന്നും വേണ്ട, നീ കൂടെ വന്ന് ഇവിടെ ഇരുന്നോ എന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് എന്താണ് ചെയ്തത്? കർത്താവ് മാർത്തയെ ആശ്വസിപ്പിച്ചു. എന്തായിരുന്നു കർത്താവിൻ്റെ മറുപടി? എൻ്റെ 41-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നത് എന്തിന്? മനം കലങ്ങി ഇരിക്കുന്നു. മാർത്തയുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞ്, റിലാക്സ് റിലാക്സ്. അതായിരുന്നു കർത്താവിൻ്റെ മറുപടി. മാർത്തയുടെ മറുപടി കേട്ടപ്പോൾ മറിയയുടെ പ്രവൃത്തികളെ പുകഴ്ത്താനോ മാർത്തയുടെ ആകുലതയെ ഇകഴ്ത്താനോ അല്ല കർത്താവ് ശ്രമിച്ചത്. യേശുവിൻ്റെ മറുപടി അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. എത്ര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടിയാണ് കർത്താവ് നൽകിയത്. ഇവിടെയാണ് പുരുഷന്മാരുടെ റോൾ. ഞങ്ങൾ സ്ത്രീകൾ മൾട്ടി ടാസ്കിങ് ആകുമ്പോൾ, പല കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ സ്ട്രെസ്ഡ് ആവും. പ്രത്യേകിച്ച് പ്രൊഫഷണൽ ലൈഫ് ആൻഡ് ഫാമിലി ലൈഫ് ഒരുപോലെ കൊണ്ടുപോകുന്ന സ്ത്രീകൾ ധാരാളം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഇന്ന് എല്ലാ പ്രൊഫഷനും വളരെ ഡിമാൻഡിങ് ആണ്. അതിന് പബ്ലിക് സെക്ടറെന്നോ പ്രൈവറ്റ് സെക്ടറെന്നോ ഒന്നും വ്യത്യാസമില്ല. ഒരു വീട് മാനേജ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിലും ഏറ്റവും ശ്രമകരമായ കാര്യം. അവിടെ നമ്മെ ദൈവമേൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനം, ഒരുപാട് ത്യാഗം ആവശ്യമാണ്, ക്ഷമ ആവശ്യമാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞ് വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ അതേ എനർജിയിൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നാച്ചുറലി വി വിൽ ഗെറ്റ് സ്ട്രെസ്ഡ്. ആ സമയത്ത് പോട്ടടോ ഞാനും കൂടെ ഇല്ലേ എന്നൊന്ന് പറയാൻ, ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് കുറയും, അനാവശ്യമായ ഡയലോഗ് കുറയും, വീട്ടിൽ സമാധാനം ഉണ്ടാകും. വിവാഹ സമയത്ത് പട്ടക്കാരൻ പുരുഷനെയും സ്ത്രീയെയും ഭാര്യയും ഭർത്താവുമായി ചേർത്ത് ആശീർവദിക്കുമ്പോൾ നൽകുന്ന ഒരു ബ്ലെസ്സിങ്ങിൽ ഇപ്രകാരം പറയുന്നു: ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യാഭർത്താക്കന്മാരായി യോജിപ്പിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. അതായത് ഭാര്യയും ഭർത്താവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഒരു നാണയത്തിൻ്റെ ഏതെങ്കിലും വശത്ത് കാര്യമായ ഒരു ഡാമേജ് ഉണ്ടായാൽ
ആ നാണയം ട്രാൻസാക്ഷനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കൂടുമ്പോൾ കശപിശയായാൽ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം ഇല്ലാതാകും. കുടുംബജീവിതത്തിൻ്റെ സന്തോഷം കൂട്ടുത്തരവാദിത്തമാണ്. ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഓരോ ദിവസവും കർത്താവിനോട് ആലോചന ചോദിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മുടെ കുടുംബങ്ങളെ സഹായിക്കട്ടെ. ദ ഫാമിലി ദറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ഒരുമിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കളെ ഈ കാലഘട്ടങ്ങളിൽ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. ഇത് അമ്മമാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇത് കൂട്ടുത്തരവാദിത്തമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവർക്കും പലതരം വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. സ്കൂൾ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, ചേർച്ച് ഗ്രൂപ്പ്. അതിൻ്റെ ഗുണവും ദോഷവുമുണ്ട്. എന്നാൽ സ്വന്തം കുടുംബത്തിലെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവർക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, ഒരുമിച്ച് അവരുടെ പ്രശ്നങ്ങളെ ഒന്ന് പരസ്പരം ഷെയർ ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും. വചനം നമ്മെ പഠിപ്പിക്കുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും അതിൻ്റെ മേൽ ഞാൻ മറുപടി നൽകും. അത് കർത്താവിൻ്റെ പ്രോമിസാണ്, അതിന് മാറ്റമില്ല. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരില്ല എന്നല്ല, ഇല്ല എന്നും അല്ല. എന്നാൽ അതിനെയൊക്കെ ശാന്തതയോടെ നേരിട്ട് പരിഹരിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുമ്പോഴാണ് കുടുംബജീവിതം അനുഗ്രഹപ്രദമാകുന്നത്. പരസ്പരം സംസാരിച്ചാൽ തീരാത്ത എന്ത് പ്രശ്നമാണുള്ളത്. പ്രശ്നങ്ങളെ മനസ്സിലാക്കി പഠിച്ച് ശാന്തതയോടെ കൈകാര്യം ചെയ്യുമ്പോഴാണ് കുടുംബജീവിതം അനുഗ്രഹപ്രദമാകുന്നത്. ചിലപ്പോഴൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും, ഒപ്പം ചിലപ്പോഴെങ്കിലും കുറച്ച് അഗ്രസീവ് ആകേണ്ടി വരും. അത് ശാന്തതയോടെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള പരിശുദ്ധാത്മാവ് നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം നമ്മിലുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹത്തിലൂടെ പ്രാർത്ഥനയ്ക്ക് പ്രയോറിറ്റി നൽകുന്ന ഒരു കുടുംബത്തിലെ അംഗമാകാനും സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ മറ്റൊരു അനുഗ്രഹമാണ്. 86-ാമത്തെ വയസ്സിലും രാവിലെ എണീറ്റ് മുറ്റുമേൽ നിന്ന് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഞങ്ങൾക്കുണ്ട് എന്നുള്ളതും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയുന്നതൊപ്പം ദൈവത്തിന് ഞാൻ 1000 സ്തോത്രം അർപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ നന്നായി വന്നാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അപ്പന്മാർക്കുള്ളതാണ്. എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് വന്നാൽ അത് മുഴുവൻ ആരുടെ ഉത്തരവാദിത്വമായി മാറും? അമ്മയുടെ ഉത്തരവാദിത്വമായി മാറും. മക്കൾ നന്നായി വരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അപ്പനും. സമൂഹം നൽകുമ്പോഴും അതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുടെ, കണ്ണുനീരിൻ്റെ, അധ്വാനത്തിൻ്റെ, ശാന്തതയുടെ, വിട്ടുവീഴ്ചയുടെ, ത്യാഗത്തിൻ്റെ പ്രതിരൂപമായ ഒരു മാതൃത്വമുണ്ട് എന്ന് പലപ്പോഴും സമൂഹം മറന്നുപോകുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എൻ്റെ പിതാവിൻ്റെ മരണശേഷം മമ്മിയും ഞങ്ങളും ഞങ്ങളുടെ മമ്മിയുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ജീവിതം എല്ലാം അർത്ഥത്തിലും വഴിമുട്ടി നിന്ന സമയം, മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടം. ഇവരുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് സമൂഹവും ഞങ്ങളുടെ ബന്ധുക്കളും ഉറ്റുനോക്കിയിരുന്ന ഒരു കാലഘട്ടം. ഞങ്ങളുടെ പ്രൈമറി വിദ്യാഭ്യാസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സർക്കാർ സ്കൂളിൽ ആരംഭിച്ചു. അതിനുശേഷം 5-ാം ക്ലാസ്സിൽ തിരുവല്ലയിലെ ഒരു സ്റ്റേറ്റ് സിലബസ് സ്കൂളിൽ ഞങ്ങൾ ജോയിൻ ചെയ്തു. അന്ന് തിരുവല്ലയിലുണ്ടായിരുന്ന CBSE സ്കൂളിൽ പഠിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഞങ്ങളുടെ മമ്മിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല, മറിച്ച് 2 പേർക്കും കൂടെ അത്തരത്തിലൊരു വിദ്യാഭ്യാസം നൽകുക എന്നത് അന്ന് ഞങ്ങൾക്ക് ലക്ഷറി ആയിരുന്നു. കാരണം 8 വർഷം മാത്രം സർവീസ് ഉണ്ടായിരുന്ന വെറ്റിനറി സർജനായിരുന്ന ഞങ്ങളുടെ പപ്പായുടെ മിനിമം പെൻഷൻ അതിനുപോലും തികയുമായിരുന്നില്ല. ആരോടും ചോദിക്കാതെ ഉള്ളതുകൊണ്ട് ജീവിതം മാനേജ് ചെയ്യണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു എൻ്റെ മമ്മി അന്നും ഇന്നും. ആ സമയത്തൊക്കെ ധാരാളം അച്ഛന്മാർ, മറ്റ് ദൈവമക്കൾ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം നൽകി. ആ സമയത്ത് ചിലരെങ്കിലും ഞങ്ങളോട് ചോദിക്കും, ജീവിതത്തിൽ എന്താകാനാണ് ആഗ്രഹം, താല്പര്യം? ജീവിതത്തിൻ്റെ അടുത്ത നിമിഷം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചിരുന്ന ഞങ്ങൾ പരസ്പരം മുഖത്തോട്ട് നോക്കുക അല്ലാതെ അതിനൊന്നും മറുപടി നൽകിയിരുന്നില്ല.
ആ സമയത്ത് ഞങ്ങളുടെ മമ്മി വിശ്വാസത്തോടെ പറയും, എനിക്ക് എൻ്റെ 2 പെൺമക്കളും IAS ഓഫീസേഴ്സ് ആകണം. അതാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങളുടെ വിദ്യാഭ്യാസമോ ഞങ്ങൾ പഠിച്ച സ്കൂളോ ഞങ്ങൾക്ക് ലഭിച്ച എക്സ്പോഷറോ ഒന്നും തന്നെ അങ്ങനെ ആഗ്രഹിക്കുവാൻ പോയിട്ട് ഒന്ന് സ്വപ്നം കാണുവാൻ പോലും രീതിയിൽ മെച്ചപ്പെട്ടതായിരുന്നില്ല. എന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. മരുഭൂമിയിൽ ഹാഗാറിൻ്റെ കരച്ചിൽ കേട്ട് നീർച്ചാലുകളെ ഒഴുക്കിയ ദൈവം തമ്പുരാൻ, വിക്കനായ മോശയെ ഇസ്രയേൽ ജനയുടെ നേതാവായി തിരഞ്ഞെടുത്ത ദൈവം തമ്പുരാൻ, സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ട ജോസഫിനെ, പൊത്തീഫറിനാൽ അപമാനിക്കപ്പെട്ട ജോസഫിനെ രാജ്യത്തിൻ്റെ പദവിയിലേക്ക് പിടിച്ചുയർത്തിയ ദൈവം തമ്പുരാൻ, ആ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ കരച്ചിലിൻ്റെ, നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാൻ ആ ചെവി ഇന്നും മന്ദമായി പോയിട്ടില്ല. ഞങ്ങൾ എന്തെങ്കിലും ആയി എന്നോ നേടിയെന്നോ പറയാനല്ല ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. നിന്നതല്ല, ദൈവം തമ്പുരാൻ നിർത്തിയതാണ്. നേടിയതല്ല, ദൈവമെല്ലാം തന്നതാണ്. None of our limitations, that's we see our limitations for our Almighty. നമുക്ക് അസാധ്യമെന്നും നമുക്ക് പരിമിതികളെന്നും തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിന് പരിമിതികളും അസാധ്യങ്ങളുമല്ല എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. അനുഗ്രഹിക്കുവാനും ശപിക്കുവാനുള്ള അധികാരം ദൈവം മനുഷ്യൻ്റെ നാവിന് നൽകിയിട്ടുണ്ട്. നമ്മെ ദ്രോഹിക്കുന്നവർക്ക് പോലും അനുഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ നാവ് ഉപയോഗിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ച് അതിൻ്റെ മുതലും പലിശയും കൂട്ടി ചേർത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാനും നിങ്ങളും കുറ്റപ്പെടുത്തുമ്പോഴും അതിൻ്റെ ഉത്തരവാദിത്വം ഞാനും നിങ്ങളും തന്നെയാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും ദൈവം നമ്മെ കുടുംബങ്ങളായി സഹായിക്കട്ടെ. കർത്താവ് പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, വി ആർ ദി അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാകുന്നു. അംബാസിഡർ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ്ങിലുള്ള ഉദ്യോഗസ്ഥൻ, ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും പ്രമോട്ട് ചെയ്യാനുമായിട്ട് നിയമിതനായ വ്യക്തി. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അംബാസിഡേഴ്സായിട്ടാണ് ദൈവം തമ്പുരാൻ ഈ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്നത്. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും ആ പദവിക്ക് യോജിച്ച രീതിയിൽ ആണോ എന്ന് സ്വയം വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ പ്രീ ഡിഗ്രിക്ക് മർത്തമ കോളേജിൽ പഠിച്ച കാലഘട്ടം, അന്ന് കോളേജിൽ ലഞ്ച് ബ്രേക്ക് ടൈമിൽ യുവിൻ്റെ ഭാഗമായിട്ട് ബൈബിൾ ക്ലാസ് നടക്കുമായിരുന്നു. ഒരു ദിവസം ആ ക്ലാസ് എടുത്തത് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിരുന്ന ജോളി കൊച്ചമ്മ, മാർത്തോമാ സഭയിലെ സീനിയർ വൈദികനായിരുന്ന തോമസ് പി ജോർജ് അച്ഛൻ്റെ കൊച്ചമ്മ. അന്ന് ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം, ഹൗ മെനി ഓഫ് യു ആർ പ്രേയിങ് ഫോർ യുവർ ലൈഫ് പാർട്ട്ണർ? കൊച്ചമ്മയുടെ ചോദ്യം കേട്ട് 16 വയസ്സുകാരിയായിരുന്ന ഞാൻ മനസ്സിലൊന്ന് ചിരിച്ചു. കുടുംബജീവിതത്തിൽ 28 വർഷം പിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവഭയമുള്ളൊരു വ്യക്തിയെ നമ്മുടെ ജീവിത പങ്കാളിയായി കിട്ടുക, ദൈവഭയമുള്ള ഒരു കുടുംബത്തിൽ അംഗമാകുക എന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം പഠിക്കുന്നു, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നീതിപൂർവം കാര്യങ്ങളെ കാണുവാനും സംഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുമുള്ള കഴിവ് ജ്ഞാനമുള്ളവർക്ക് ഉണ്ട്. പരിജ്ഞാനമുള്ള, ദൈവത്തിൽ ആഴമായ വിശ്വാസമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ മാതാപിതാക്കളായ നമുക്ക് സാധിക്കട്ടെ. അതിലൂടെ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മറ്റെല്ലാ പ്രയോറിറ്റിക്കും അപ്പുറം ദൈവഭയമുള്ള ജീവിത പങ്കാളിക്ക് പ്രാധാന്യം നൽകുവാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ തലമുറയെ ദൈവം സഹായിക്കട്ടെ. എസ്തേറിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ
യഹൂദ സ്ത്രീയായ എസ്തർ രാജ്ഞി, കൊട്ടാരത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനായ ഹാമാൻ, മൊർദെഖായിയുള്ള പേഴ്സണൽ ഗ്രഡ്ജ് മൂലം സകല യഹൂദരെ നശിപ്പിക്കേണ്ടതിന് രാജാവിൽ നിന്ന് ഗൂഢമായി ഉത്തരവ് സമ്പാദിച്ചു. യഹൂദ ജനം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ മരണത്തെ അവഗണിച്ചുകൊണ്ട് എസ്തർ രാജസന്നിധിയിൽ പ്രവേശിച്ചു. യഹൂദന്മാരുടെ രക്ഷ സാധിച്ചെടുത്തു. പ്രതിസന്ധികളെ അതിജീവിക്കാൻ വളരെ ജ്ഞാനവും സൂക്ഷ്മതയും ആവശ്യമാണ്. എസ്തറിൻ്റെ ധൈര്യവും ദൈവാശ്രയവും എന്നും സ്ത്രീ സമൂഹത്തിന് പ്രചോദനമാണ്. അതുപോലെ രൂത്തിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ രൂത്തിന് തൻ്റെ ഭർത്താവിൻ്റെ അമ്മയോടുള്ള സ്നേഹം എത്ര ഹൃദ്യമാണ്. രൂത്തിൻ്റെ ധാർമ്മിക ബോധം അതുല്യമാണ്. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനും ഭദ്രമായ കുടുംബ ബന്ധത്തിനും എക്കാലവും മാതൃകയാണ് റൂത്ത്. റൂത്ത് ക്രിസ്തുയേശുവിൻ്റെ വംശാവലിയിൽ ചേർക്കപ്പെട്ടു. ഈ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആനി ജെ ഫ്ലിൻറ്റിനെ കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. ആനി വാസ് an orphan. She was arthritic, she was blind and she was cancerous. ജീവിതത്തിൽ മുന്നോട്ട് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു അവസ്ഥ. അവളുടെ ശരീരം മുഴുവൻ പരുക്കൾ കൊണ്ട് നിറഞ്ഞ വല്ലാത്ത വേദന അനുഭവിച്ചിരുന്നു. പ്രതിസന്ധികളുടെയൊക്കെ മധ്യത്തിൽ ആനി എഴുതിയ പാട്ട് ലോക പ്രശസ്തമാണ്. അതിൻ്റെ വരികൾ ഇപ്രകാരമാണ്: He giveth more grace when burdens grow greater. He giveth more strength when labor increases. When we are exhausted, our store of endurance, our Father's full giving is only begun. His love has no limit. His grace has no measure, and His power has no boundary known unto men. For out of His riches in Jesus, He giveth and giveth. നമ്മുടെ ഭാരങ്ങൾ കൂടുമ്പോൾ ദൈവം നമുക്ക് കൂടുതൽ കൃപ നൽകുന്നു. നമ്മുടെ അധ്വാനം കൂടുമ്പോൾ അവൻ നമ്മളെ കൂടുതൽ ശക്തീകരിക്കുന്നു. നമ്മുടെ ശക്തി ക്ഷയിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ്റെ ശക്തി നമ്മുടെ മേൽ പകർന്നുകൊണ്ടേയിരിക്കും. അവൻ്റെ സ്നേഹത്തിന് അവസാനമില്ല, അവൻ്റെ കൃപയ്ക്ക് അളവില്ല, അവൻ്റെ ശക്തിക്ക് അതിരില്ല. നമ്മുടെ കഴിവ് അസ്തമിക്കുമ്പോൾ ദൈവം നമുക്ക് സ്നേഹവും കൃപയും ശക്തിയും തന്നുകൊണ്ടേയിരിക്കും. പ്രതിസന്ധികളുടെ മധ്യേ പ്രത്യാശയോടുകൂടി ഈ വാക്കുകൾ അനേകർക്ക് ഇന്നും ആശ്വാസം നൽകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എപ്രകാരം എന്ന് നമുക്ക് ചിന്തിക്കാം. തിന്മയെ വെറുത്ത് നന്മയോട് പറ്റിച്ചേരുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒപ്പം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും ഈ കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. Are we devoted to Christ or are we distracted? Are we a worker of Christ or are we a worshipper? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് ആരും അവളോട് അപഹരിക്കുകയില്ല. നമ്മുടെ തിരഞ്ഞെടുപ്പ് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ തലമുറകൾക്ക് അതൊരു മാതൃകയാകട്ടെ. പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ. വചനവുമായി ഇവിടെ നിൽപ്പാൻ തക്കവണ്ണം എനിക്ക് അവസരം തന്ന മാർത്തോമാ സഭയുടെ വലിയ മെത്രാപ്പോലിത്തായോടും മറ്റു മെത്രാപ്പോലിത്തമാരോടും മലങ്കര മാർത്തോമാ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും വിശ്വാസ സമൂഹത്തോടും അതിലൊക്കെ ഉപരിയായി എന്നെ ശക്തീകരിച്ച ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാറ്റിനുമുപരിയായി എല്ലാ സ്തുതിയും എല്ലാ ബഹുമാനവും എല്ലാ പുകഴ്ചയും സർവശക്തനായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.